തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബ്ബ് 1930 തുടങ്ങിയതാ. എന്ന് വെച്ചാൽ എസ് കെ ഇതിന്റെ ഒരു വലിയ പ്രത്യേകത, ലോകത്ത് ആദ്യത്തെ വൺഡേ മാച്ച് നടന്നത് ഇവിടെയാണ്. ലോകത്തെ ഏകദിന ക്രിക്കറ്റിന്റെ വേദിയായ സ്ഥലത്താണ്. ക്രിക്കറ്റിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണിത്. നമ്മള് ക്രിക്കറ്റിന് തൃപ്പൂണിത്തുറയിലെ വലിയ പരിഗണന കിട്ടിയിരുന്ന ഒരു കാലമുണ്ട്. പൂജ ക്രിക്കറ്റ് ഒക്കെ കേട്ടിട്ടുണ്ടാവല്ലോ, പൂജ ക്രിക്കറ്റ്. അപ്പൊ അതിനൊക്കെ വഴിമരുന്നിട്ട ഒരു സ്ഥലം, ലോക ക്രിക്കറ്റിന്റെ ചരിത്രത്തിന്റെ ഭാഗമായ ഒരു സ്ഥലത്തേക്ക് കാല് വെക്കാൻ. ഇവിടെ ഒരു രഞ്ജി ട്രോഫിയിലെ രഞ്ജി ക്രിക്കറ്റ് താരം ഒരാൾ മനോജ് ഉണ്ട്. എന്താ പേര്? കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നന്നായി. അപ്പൊ ഇവിടെ എന്താ കളിക്കാൻ വന്നു? അല്ലല്ല, ഞങ്ങള് RLV കോളേജ് ഇപ്പൊ MG യൂണിവേഴ്സിറ്റി കലോത്സവത്തില് 1ാം സ്ഥാനം 16 വർഷങ്ങൾക്ക് ശേഷം 16 വർഷങ്ങൾക്ക് ശേഷം നേടിയതിന്റെ സന്തോഷത്തിലാണ് ഇവർ. വലിയ ആഘോഷത്തിലായിരുന്നു. ആഘോഷം കഴിഞ്ഞ ദിവസത്തേക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ അൾട്ടിമേറ്റ് വാറിലാ, നോട്ട് ടു ട്രക്ക് ആ വാറിലാ നമ്മള്. ഞങ്ങളും ആ ഒരു വാറിലാണ്. കോളേജിൽ ഞങ്ങള് ഞങ്ങളുടെ ചെറിയ രാഷ്ട്രീയമൊക്കെ ആയിട്ട് പോകുമ്പോൾ പെൺകുട്ടികളും കൂടി ഉണ്ട്. ഒരു വാർത്ത തന്നെയാണ്, വേണ്ട എന്നുള്ള രീതി തന്നെയാണ്. കോളേജിലൊക്കെ എന്റെ സ്വാധീനം ഉണ്ടോ? ഇല്ല, കോളേജിലില്ല. അറിയാതെ പറഞ്ഞു ഇല്ല. Definitely RLV is against the drug usage and many campaigns we have conducted recently also in 2025. ഒത്തിരി നമ്മൾ ന്യൂസ് കണ്ടിട്ടുണ്ട്. കഥകളി വേഷം, ഞങ്ങൾ കഥകളി വേഷം PGക്ക് അപ്ലൈഡ് ആർട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. ഞങ്ങളൊരു അന്തിമ യുദ്ധം എന്നൊക്കെയാ പറയുന്നത്. നടന്നില്ല, അപ്പോ നടക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. അപ്പൊ താങ്കളെ പരിചയപ്പെടുന്നത് വളരെ സന്തോഷം. തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് ഞാൻ ഈ മുഖം മറന്നുപോയില്ലല്ലോ, ചെറിയ കാര്യമില്ല. ഓക്കെ, താങ്ക് യു. എന്റെ മെമ്മറിയെ കുറിച്ച് ടെക്നിക്ക് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വീഡിയോ ആർട്ട് ഓഫ് വീഡിയോ രജിസ്റ്ററിംഗ്, അത് പിന്നീട് പ്രേക്ഷകരോട് പറയാം. അപ്പൊ നമ്മൾ ഈ ക്രിക്കറ്റ് ക്ലബിന്റെ അകത്ത് അതെ ഇനി ക്രിക്കറ്റ് താരങ്ങളാണ്. വിജയകുമാർ, ഈ പൂജ ക്രിക്കറ്റ് ക്ലബ്ബ്, തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബ്ബ് ഞാൻ നേരത്തെ പറഞ്ഞത് ലോക ക്രിക്കറ്റിന്റെ ചരിത്രത്തിന്റെ ഭാഗമായ ഒരു സ്ഥലമാണ്. അവിടേക്കാണ് നമ്മളിപ്പോൾ എത്തുന്നത്. അപ്പോൾ ഈ ക്രിക്കറ്റ് ക്ലബ്ബ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സമയത്ത് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം അത് ഏറ്റെടുത്ത് നടത്താൻ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടി. കാരണം ലഹരിയാണ് സ്പോർട്സ് ആണ് ലഹരി. മറ്റൊരു കാര്യം കൂടിയാ, വിജയേട്ടന് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി ബൗളറാണെന്നാണ് പറയപ്പെടുന്നത്. അതെ, അത്യാവശ്യമൊക്കെ ഇവിടെ ഒന്നും വന്ന് അവരോട് പറയരുത് എസ് കെ. അത് കാരണം വെച്ചാൽ ഇവരൊക്കെ പ്രൊഫഷണൽ പ്ലേയേഴ്സ് ആണ്. നമ്മള് നാട്ടില് ചെറിയ തോതിൽ ഈ പരിപാടി നടത്തുകയാണ്. മനോജ് ഇവിടെ ഉണ്ടോ? ഓക്കെ, സന്തോഷം നിങ്ങളെ ക്ലബിൽ വരാൻ. ശരിക്കും ഉണ്ടല്ലോ, നമ്മുടെ വിജയകുമാർ പറഞ്ഞപ്പോഴാണ് ഇതിന്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലായത്. അപ്പൊ ഈ ക്ലബിനെ കുറിച്ചൊന്ന് പറയാം ആദ്യം. തൃപ്പൂണിത്തുറ ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു ക്ലബ്ബ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ശരിക്കും ലോക ക്രിക്കറ്റിന് ഒരു ചരിത്രത്തിൽ ഇടം നേടേണ്ട ക്ലബ്ബാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഏകദിന ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഇപ്പൊ നമ്മൾ കാണുന്ന T20 ക്രിക്കറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ 50 ഓവർ മത്സരം ആയിക്കോട്ടെ, എല്ലാം ലോകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അത് ഇംഗ്ലീഷുകാരത് നോർമലി അവരാണല്ലോ. കോടിക്കണക്കിന് ആളുകളുടെ രക്തത്തിൽ അലിഞ്ഞു ആ സംഗതി. അതിന്റെ തുടക്കം 1951 ഈ പൂജ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആരംഭിക്കുന്നത്. അതിനും ഒരു 20 വർഷം കഴിഞ്ഞിട്ട് 1971 യഥാർത്ഥത്തിലുള്ള വൺഡേ ക്രിക്കറ്റ് ആരംഭിക്കുന്നത്. അപ്പോൾ 20 വർഷം മുമ്പേ നമ്മളിവിടെ അത് തുടങ്ങി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഓക്കെ, സന്തോഷം. ഞാൻ ക്ലബിന്റെ പ്രസിഡന്റ് ആണ്, സന്തോഷ് ലീപ. നമ്മുടെ ക്ലബിലേക്ക് കയറാം. അപ്പൊ ഇതിന്റെ അമരക്കാരനാണ് ഈ ക്ലബിന്റെ അല്ലേ? ഇത് ഞങ്ങളുടെ ക്ലബിന്റെ ഒരു മെമ്മന്റോ. ഓക്കെ, അപ്പോ താങ്ക് യു സാറിന്റെ ഈ ഒരു പ്രയത്നത്തിന്. അല്ലെ, ഞങ്ങളുടെ പ്രശ്നം അല്ലേ ഈ രാസലഹരി, പ്രത്യേകിച്ചും അത് കേരളത്തിൽ ഇല്ലാതാക്കുക. അതിലൊരു അൾട്ടിമേറ്റ് വാറിലാണ് നമ്മള്. ഓരോ ദിവസം കഴിയുന്നതോടെ നമ്മുടെ ഈ ആവേശം കൂടുക, വെയിൽ ശക്തി കൂടുന്നു. അതോടൊപ്പം നമ്മൾ അല്ലെ വിജയകുമാർ ഇറങ്ങിയപ്പോ ഇങ്ങനൊന്നും ആയിരുന്നില്ല ഇരുന്നത്. ഞങ്ങളുടെ ഒരു ഇതാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ക്രിക്കറ്റിന്റെ അഡ്വർടൈസ്മെന്റ്. ഓക്കെ, അതൊന്ന് കാണിച്ചോളൂ. താങ്കൾ തന്നെ വായിച്ചു. എന്റെ അക്ഷരം ക്രിക്കറ്റ് തരുന്ന അതേ ലഹരി ഒരു മയക്കുമരുന്നും തരില്ല മക്കളെ. അതാണ് നമ്മുടെ ഈ ക്രിക്കറ്റിന്റെ ലഹരി. വേറെ ഒരു ലഹരി ഒരു മയക്കുമരുന്നും തരില്ല മക്കളെ, അല്ലെ? നേരെ അറിഞ്ഞ് ജീവിച്ചോളുക, അല്ലെ? അപ്പൊ നമ്മൾ വി ആർ ഫൈറ്റിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് അതോടെ അതോടെ വെച്ചോളൂ. ശരി, നമ്മുടെ ക്യാമറമാൻ ഉള്ളിൽ കടന്നോളൂ.
സ്പിൻ ഫൗണ്ടേഷൻ ഉണ്ട് ക്രിക്കറ്റിന്റെ, ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ പുള്ളി ആ ഫൗണ്ടേഷൻ ഇനോഗ്രേറ്റ് മീൻസ് ഇവിടെ വന്ന ആ ഒരു ഇതാണ് അന്ന് ഉണ്ടാക്കിയ ഗാലറിയാണത്. അല്ല ആയിരിക്കാം. ഓക്കെ, ഇപ്പൊ സാറ് നല്ല ഭംഗിയുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഞങ്ങളുടെ ഒരു മറ്റേ ഫസ്റ്റ് കാരിക്കേച്ചറാണ്. ഫസ്റ്റ് വൺ ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്തെന്നുള്ളതിന്റെ ഒരു വിസ്ഡം എന്നുള്ള മാസികയില് നൈറ്റ് വാച്ച്മാൻ ഒരു ആർട്ടിക്കിളാണ് വന്നേക്കണേ. അതില് വിഷ്ണുകുമാർ എന്നൊരാളാണ് അത് അവിടെ എത്തിച്ചത്. അന്നു മുതലാണ് നമ്മളുടെ ആയത്. ഈ 1951 ഫസ്റ്റ് വൺ ഡേ ക്രിക്കറ്റ് നമ്മളാണ് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത് ലോകം മുഴുവനും ഇപ്പൊ ഉറപ്പായിട്ടും നമ്മളാണെന്നുള്ള സ്ഥിതി നമുക്ക് രജിസ്റ്റർ ചെയ്യാനൊക്കെ പറ്റിയോ? രജിസ്റ്റർ ചെയ്തു. അതാണ് ഇത് ക്രിക്കറ്റിന്റെ ഏറ്റവും കൂടുതൽ. മാത്രമല്ല ഈ നമ്മുടെ ഇപ്പൊ ഈ പ്രേക്ഷകര് ലോകത്തെമ്പാടത്തിൽ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതിന്റെ ആകാശ ദൃശ്യങ്ങളിലൂടെ നടക്കുന്നുണ്ട്. ഗ്രൗണ്ടിൽ നമ്മൾ എത്തുന്നു. അതും ഇപ്പൊ മാത്രമല്ല അതിന്റെ ഹെലികാം വിഷ്വൽസൂടെ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട് ഈ കെട്ടിടത്തിന്റെ. അപ്പൊ ഈ തൃപ്പൂണിത്തുറ ക്ലബ്ബാണ് ഈ വൺഡേയില് അല്ലെ ആദ്യമായിട്ട് തുടങ്ങി വെച്ചതെന്നുള്ളത് നമ്മളങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇനിയിപ്പോ നമ്മള് മറ്റും നോക്കിയിട്ട് കാര്യമില്ല. ഇതാണ് കേരളത്തിൽ ഇദ്ദേഹമാണ് ഈ വൺ ഡേ ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടുത്തെ റോയൽ ഫാമിലിക്ക് വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അവരാണ് പുരാണം എന്ന് പറഞ്ഞു. അല്ല, ഇവർക്ക് നന്നായിട്ട് അറിയാം. ഈ ഇവിടുത്തെ തൃപ്പൂണിത്തുറ കോവിലകം രാജകുടുംബം, കൊച്ചി രാജകുടുംബത്തിന് വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട് ക്രിക്കറ്റിൽ, ലോകത്ത് തന്നെ. അതിലെ ഒരു ലെജൻഡാണ് അദ്ദേഹം. അതാണ് അദ്ദേഹത്തിന്റെ ഒരു ചിത്രമാണ്. അദ്ദേഹം ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റ് എന്നുള്ള ആശയം തന്നെ ലോകത്ത് കൊണ്ടുവന്ന ആദ്യത്തെ ആള്. നമ്മുടെ പ്രേക്ഷകരിൽ പലരും ആദ്യം അറിയാണ് ഞാനും. അതെ, രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റം കുറിക്കുന്ന 56-57 സീസണിലാണ്. അതിനു മുമ്പ് തിരുക്കൊച്ചി എന്ന് പറയുന്ന ടീമാണ് ഉണ്ടായിരുന്നത്. ശരിക്കും അന്ന് മൈസൂരും അതുപോലെ തന്നെ പിന്നെ ചെന്നൈ, അതായത് മദ്രാസും ഒക്കെയാണ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നത്. ഈ നാട്ടുരാജ്യങ്ങളായിരുന്നല്ലോ. അപ്പോൾ അത് നമ്മൾ ശരിക്കും തിരുക്കൊച്ചി എന്ന് പറയുന്ന ഒരു ടീമിന്റെ ആദ്യത്തെ, അല്ലെങ്കിൽ ആ ടീമിന്റെ എല്ലാ അസോസിയേഷന്റെ ആദ്യത്തെ സെക്രട്ടറി കൂടിയായിരുന്നു ഈ കേളപ്പൻ തമ്പുരാൻ. ഈ കളിക്കാർ വേറെ ഇവിടെ ഉണ്ടോ? നമുക്ക് സംസാരിക്കേണ്ട കളിക്കാർ ഗ്രൗണ്ടിലാണ്. മുത്തയ്യാമുരളീധരൻ ബോൾ ചെയ്യണത് ഇത് ജെ.കെ. മഹേന്ദ്ര എന്ന് പറയുന്ന വൺ ഓഫ് ദ രഞ്ജി പ്ലെയർ, ഓൾഡസ്റ്റ് രഞ്ജി പ്ലെയർ ആണ്. അദ്ദേഹത്തിന് ഉണ്ടാക്കിയതാണിത്. അദ്ദേഹമാണ് നമുക്ക് ഈ സംഭവം തന്നത്. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടി അണ്ടർ-16 സ്റ്റേറ്റ് കളിച്ച പ്ലെയർ ആണ് അദ്ദേഹം. EVX ലക്ഷ്മണന്റെ NCA ക്യാമ്പിലേക്ക് ഇപ്പൊ അഡ്മിഷൻ കിട്ടി. പേര് ഫുൾ നെയിം എങ്ങനെയാ? ഇഷാൻ കുനാൽ. ക്രിക്കറ്റ് ആണ് ലഹരി, അതാണ് നമ്മുടെ സന്ദേശം. ഇവിടെ ക്രിക്കറ്റാണ് ലഹരി. വീട് എവിടെയാ മോന്റെ? ചാത്താരി. വൈകാതെ നമ്മള് നാഷണൽ ടീമിലേക്ക് അവൻ വരുമ്പോ അവന്റെ ഇന്റർവ്യൂ നമുക്ക് എടുക്കണം. മിക്കവാറും ഞങ്ങൾ കാണുന്നവരൊക്കെ പിന്നീട് ഞങ്ങൾ അവരുടെ ഇന്റർവ്യൂ എടുക്കും. നാഷണൽ ടീമിലേക്ക് കയറണം. ഇപ്പോഴേ ഞങ്ങൾ പറഞ്ഞു വെച്ചേക്കുന്നു, ഞങ്ങളെ ബുക്ക് ചെയ്തിരിക്കുന്നു. ഒരുപാട് രഞ്ജി ട്രോഫി പ്ലേയേഴ്സ് ഇവിടുന്ന് കളിച്ചു പോയിട്ട് ലേറ്റസ്റ്റ് നമ്മൾ കേരളം ഫൈനൽ കളിച്ചല്ലോ രഞ്ജി ട്രോഫിയിൽ. അതിൽ ക്യാപ്റ്റൻ സച്ചിൻ ബേബി നമ്മുടെ മെമ്പറാണ്. നിതീഷ് കുമാർ നമ്മളെ ക്ലബ്ബിൽ കളിക്കുന്ന മെമ്പറാണ്. ഇതൊക്കെ അറിയാം, ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. അല്ല എസ് കെ, ഇത് തൃപ്പൂണിത്തുറയ്ക്ക് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ വലിയ ഇടമുണ്ട്. ഞാൻ എസ് കെ ആദ്യം പറഞ്ഞ പോലെ അത് പരിമിതമായി അറിയപ്പെട്ടുള്ളൂ. അത് കുറെ കൂടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ. എന്തായാലും ഈ മോർണിംഗ് ഷോയിൽ ഒരു നമ്മള് ക്രിക്കറ്റ് ആണെങ്കിൽ മാത്രമല്ല കളിയിലേക്ക് കുട്ടികൾ മടങ്ങുന്നത് എന്തുകൊണ്ടും ഈ ഒരുപാട് സമയം കിട്ടുന്ന പിള്ളേർ. എല്ലാ ദിവസവും 100-ൽ കൂടുതൽ കുട്ടികൾ ഇവിടെ കളിക്കുന്നുണ്ട്. വെക്കേഷൻ കാലത്ത് നിങ്ങൾ എന്താ പ്ലാൻ ചെയ്യുന്നത്? ഇപ്പൊ ഏപ്രിൽ മെയ് കുട്ടികളെ വളരെ സൂക്ഷിക്കേണ്ട സമയം. ഓൾറെഡി നമ്മൾ ക്യാമ്പ് സ്റ്റാർട്ട്, ഞാൻ സാറിനെ കാണിച്ചതല്ലേ നമ്മുടെ അതിൽ തന്നെ 100ഓളം കുട്ടികൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എല്ലാ ദിവസവും പ്രാക്ടീസ് ഉണ്ട്. നമുക്ക് ഇൻഡോർ നെറ്റ്സ് ഉണ്ട്. നൈറ്റിൽ ക്രിക്കറ്റ് കളിക്കാൻ ലൈറ്റ് ഫ്ലഡ് ലൈറ്റ് കളിക്കാനുള്ള നെറ്റ്സ് ഉണ്ട്. രാവിലെ ഒരു 6-6:30 തുടങ്ങി കഴിഞ്ഞാൽ രാത്രി 7 മണി 8 മണി വരെ ഇവിടെ നമ്മുടെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ അവിടെ ഒരു കളിപ്രാന്തനുണ്ട് അനിൽ വാസുദേവ്, പുള്ളി ഇങ്ങോട്ട് അയക്കാം കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി. ഓക്കെ നമുക്ക് ഇനി ഡെഡ് ലൈൻസ് വേണം അല്ലേ? ഇനി നമ്മൾ കളിക്കളത്തിലേക്ക് പോകുന്നുണ്ട്. നിങ്ങളോട് വരണം. നമ്മുടെ രാഹുൽ ആ ക്യാമറ അവിടേക്കൊന്ന് കൊണ്ടുപോയാൽ ആ വിസ്ഡം മാഗസിനിൽ നമ്മുടെ തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബിനെ കുറിച്ച് വന്നൊരു ആർട്ടിക്കിൾ, വിസ്ഡം മാഗസിനെ പറ്റി എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്താണ് തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബിന്റെ ഒരു ചരിത്രപരമായ പ്രാധാന്യം എന്നത് ഇതിലുണ്ട്. അപ്പോൾ ഇത് ലോകത്തെ ആദ്യത്തെ പരിമിത ഓവർ വൺ ഡേ എന്ന് നമ്മൾ പറയുന്ന ക്രിക്കറ്റിന്റെ തുടക്കം കുറിക്കപ്പെട്ട അതിന്റെ പിറവി കൊണ്ട സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിന്റെ അവകാശം നമുക്ക് മറ്റാർക്കും വിട്ടുകൊടുക്കുന്നില്ല. അത് തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബിന് തന്നെയാണ്. അപ്പൊ അത് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്, ചരിത്രമാണ്. ആ ചരിത്രം ഉറങ്ങുന്ന തൃപ്പൂണിത്തുറയിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഗ്രൗണ്ട് ഉണ്ട്, പൂജ ക്രിക്കറ്റ് ഗ്രൗണ്ട് അല്ലെ, പൂജ ക്രിക്കറ്റ് ഗ്രൗണ്ട്. അത് തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബിന്റെ ഗ്രൗണ്ടാണ്. നമ്മൾ പൂജ ക്രിക്കറ്റ് ക്ലബ് എന്ന് ഗ്രൗണ്ട് എന്ന് എപ്പോഴും പറയുന്നതാണ്. എത്രയോ താരങ്ങൾ ഇവിടുന്ന്
കളിച്ച് വളർന്ന വലിയ താരങ്ങളായവരുണ്ട്. രഞ്ജി പ്ലേയേഴ്സ് ഒക്കെ ഇഷ്ടം പോലെയാണ്. ഇതിപ്പോഴും അവിടെ കുട്ടികളുടെ പ്രാക്ടീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എസ്കാൻ, ഇത് അപ്പോ നമ്മൾ നിൽക്കുന്നത് ഒരു ക്രിക്കറ്റിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്, ചരിത്രത്തിന്റെ സ്പന്ദനം ഉണ്ടായ സ്ഥലം അല്ലേ? അതെ. അപ്പൊ വിജയകുമാർ, നമുക്കിനി വിജയനെ നമ്മുടെ MS ധോണി പങ്കെടുത്ത ബൂസ്റ്റിലെ പരസ്യം കണ്ടോ? അതിലൊരു പെൺകുട്ടി അടിച്ചു തകർക്കുന്നുണ്ട്. നമ്മൾ അന്വേഷിച്ച് നടക്കായിരുന്നു. അതൊരു തൃപ്പൂണിത്തറക്കാരിയാണ് നമ്മളിപ്പോൾ അറിയുന്നു, നന്ദിനി മേനോൻ. അവള് പ്രാക്ടീസിലാണ്. നന്ദിനി ഗുഡ് മോർണിംഗ് നന്ദിനി. എന്നാ MS ധോണിയായിട്ട് ബൂസ്റ്റിന്റെ പരസ്യം ഷൂട്ട് ചെയ്ത്? MS ധോണി ആയിട്ടുള്ള പരസ്യം ഞങ്ങൾക്ക് ലാസ്റ്റ് 2 years ബാക്ക് 2023 അപ്പൊ ഇപ്പോഴും ആ പരസ്യം TV ചാനലിലൊക്കെ ആൾക്കാർ കണ്ടോണ്ടിരിക്കുക? ഉണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അതില് ഫസ്റ്റ് വൺ റൺ ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. സെക്കൻഡ് വൺ ഇപ്പോഴും ഗോയിങ് ഓൺ. എങ്ങനെയാ അതിനകത്ത് പെട്ടത്? അത് ഇപ്പോ ഓൾ ഇന്ത്യ ഓഡിഷൻ ആയിരുന്നു. ഓൾ ഓവർ ഇന്ത്യ എല്ലാ ക്രിക്കറ്റ് ക്ലബിൽ നിന്നും എല്ലാ ഫീമെയിൽ പ്ലേയേഴ്സിനെയും അവര് ഓഡിഷൻ ചെയ്ത് ഓരോരോ വീഡിയോസ് അയച്ചു കൊടുത്തു. അവര് ചോദിച്ച വീഡിയോസ് ഒക്കെ അയച്ചു കൊടുത്തായിരുന്നു. അപ്പൊ അതിൽ നിന്ന് എന്നെ സെലക്ട് ചെയ്തു. ഞങ്ങളുടെ നമ്മുടെ അവനാഴിയിൽ അത് ഉണ്ടെങ്കിൽ അപ്പൊ അതും കൂടെ ഒരു വേറെ ബോക്സിൽ പ്ലേ ചെയ്യും. അപ്പം എന്തായാലും ആ പരസ്യം സൂപ്പർ ആയിരുന്നു. അപ്പൊ MS ധോണി ആദ്യം കണ്ട നിമിഷം? അതെ, അത് പറഞ്ഞോളൂ. MS ധോണിനെ ആദ്യം കാണുമ്പോ ഏത് ക്രിക്കറ്റർ ആയാലും ഒരു ലെജൻഡാണ് പുള്ളിക്കാരൻ. അപ്പൊ പേടിച്ചോ? പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കൂടെ അഭിനയിക്കാന്നൊക്കെ സച്ചിൻ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു വ്യക്തിയാണ് MS ധോണി. ഒരു പക്ഷേ സച്ചിനേക്കാൾ കൂടുതൽ MS ധോണി ആരാധിക്കുന്ന ഒരുപാട് ക്രിക്കറ്റ് പ്രേമികളുണ്ട്. അപ്പൊ ഫസ്റ്റ് കണ്ടപ്പോ എന്താ തോന്നിയത്? ആദ്യം കണ്ടപ്പോ ദൂരേന്ന് കാണുമ്പോ അത് എന്നാലും ഒരു ടിവിയിൽ കാണുന്നതായിരുന്നു. പക്ഷെ അടുത്ത് നിൽക്കുമ്പോൾ ഉള്ള ഒരു ഫീല്. അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ രണ്ടും ഒരുമിച്ചുള്ള അഭിനയമൊക്കെ? അഭിനയം തന്നെ ആയിരുന്നു. പക്ഷെ അത് മാറുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ആണ് വേറെ. അതിനു മുന്നേ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഈ ഓഡിഷനിൽ പങ്കെടുത്തപ്പോ എനിക്ക് തോന്നുന്നു ഒരു 4000-ഓളം കുട്ടികൾ ആ ഓഡിഷനിൽ ഉണ്ടായിരുന്നല്ലേ? അപ്പൊ ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷന് ശേഷമാണ് മോളുടെ പേര് നന്ദിനിയിലേക്ക് എത്തിയത്. യെസ്, ഓഫ് കോഴ്സ്. ഇപ്പോ അത്രയും കുട്ടികളിൽ നിന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി വിത്ത് ധോണി സർ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. സോ അത് ഞാൻ ആസ് എ ക്രിക്കറ്റർ എനിക്കത് ഭയങ്കര വലിയൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു, ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഒരു പരസ്യം കൂടെ വരാനില്ലേ? ഒരു പരസ്യം കൂടി ഇപ്പൊ 2 ഉള്ളൂ. ഇനി ഓപ്പർച്യൂണിറ്റി വരണ്ട്. അന്നെടുത്ത 2 പരസ്യം ടെലികാസ്റ്റ് ചെയ്തോ? യെസ്, ഇപ്പൊ രണ്ടാമത്തെ ബൂസിന്റെ മിൽക്ക് ഷേക്കിന്റെ ആണ്. അപ്പൊ അതിപ്പോ ടെലികാസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. സോ ഇടയ്ക്ക് സിനിമയുടെ ഇടയ്ക്കും ന്യൂസിന്റെ ഇടയ്ക്കൊക്കെ അത് വരുന്നുണ്ട്. മോളുടെ പരസ്യം 24 ആൾക്കാർ കാണുക. പിന്നെ ഇനി മോളുടെ കളിയുടെ കാര്യം, ക്രിക്കറ്റർ എന്ന നിലയിൽ കൂടി എന്താ നന്ദിനിയുടെ ഒരു പെർഫോമൻസ്? ഇപ്പൊ അതേത് ലെവൽ എന്താ ചെയ്യുന്നത്? പഠിത്തത്തിന്റെ കൂടെ എങ്ങനെ ക്രിക്കറ്റ് രണ്ടും കൂടെ? ഇതിപ്പോ ഞാൻ എന്റെ 12th കഴിഞ്ഞു. ഇപ്പൊ 12th മുമ്പ് വരെ ക്രിക്കറ്റും പഠിത്തം എന്ന് പറഞ്ഞാൽ യെസ് അത് കൊണ്ടുപോകാൻ കുറച്ച് പാടാണ്. പക്ഷെ നമ്മൾ കൊണ്ടുപോകുന്നു. ഇപ്പൊ ഞാനൊരു സെൻട്രൽ സോൺ പ്ലെയർ ആണ്. ഇതിപ്പോ എക്സാംസ് ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ 24/7 പിന്നെ പ്രാക്ടീസ് ആണ്. നമ്മുടെ നാഷണൽ ടീമില് വനിതാ ടീമില് മലയാളികള് 3 പേര് ഇതിനോടകം വന്നിട്ടുണ്ട്. എല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വഴിക്ക് ആണോ? അത് വളരെ സീരിയസ് ആയിട്ട് ക്രിക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോവാണോ അതോ പഠനത്തിന്റെ കൂടെ ഒരു സൈഡ് എന്ന നിലയിലാണോ? നമ്മൾ ഇന്റർവ്യൂ എടുക്കേണ്ടി വരുമോ? അതെ. അഫ്കോഴ്സ് സൈഡ് അല്ല. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്റെ ഒരു പാഷനാണ്, വലിയൊരു പാഷനാണ് എന്റെ. ഇപ്പോ കളിക്കുക ഒരു സന്തോഷമാണ്. മാച്ചസ് എനിക്ക് ഹയർ ലെവൽ എത്തണം. ഇന്ത്യൻ ടീമാണ് എയിം. സോ സ്മൃതി മന്ദാന, നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട മിന്നു മണി എന്നൊക്കെ പറയുന്നത് പോലെ ആ ഗണത്തിലേക്ക് ലക്ഷ്മിയുടെ പേരും കൂടി നന്ദിനിയുടെ പേരും കൂടി ഞങ്ങളൊക്കെ ചേർത്ത് വയ്ക്കും. അതെ. മോളുടെ വീട്ടിലെ ക്രിക്കറ്റുമായിട്ട് ബന്ധമുള്ളവരുണ്ടോ? എന്റെ അച്ഛൻ ക്രിക്കറ്റ് പ്ലെയർ ആണ്. പ്രവീൺ. ഓക്കെ. ഇപ്പൊ നന്ദിനി മേനോൻ പിന്നെ എങ്ങനെയായി? മേനോൻ വീട്ടുപേരാണ്. അങ്ങനെയാണ് മേനോൻ എന്നുള്ള വീട്ടുപേരാണെന്ന്? ഞങ്ങക്ക് മേനോൻ വീട്ടുപേരാണ്. അച്ഛന്റെ പേര് പ്രവീൺ എന്നാണ്. അച്ഛൻ ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്നതാണ്. ഇപ്പോഴും കളിക്കുന്നുണ്ട്. അച്ഛൻ ഇപ്പൊ ദുബായിലാണ്. അപ്പൊ അവിടെയും കളിക്കുന്നുണ്ട്. എത്ര മക്കളാ? ഞാൻ 2 മക്കളാണ്, ഞാനും എന്റെ അനിയനും. അനിയൻ കളിക്കോ? അനിയൻ ഫുട്ബോൾ പ്ലെയർ ആണ്. സ്പോർട്സ് ആണ് ലഹരി. അപ്പം മോളെ ആ ക്യാമറ നോക്കിയിട്ട് മയക്കുമരുന്നെതിരായിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് വാറിൽ ഇറങ്ങിയത് നിങ്ങൾ. സ്പോർട്സ് ആണ് ലഹരി എന്ന് പറഞ്ഞത്? സ്പോർട്സ് ആണ് ലഹരി. അത് തന്നെയാ ലഹരി. അത് തന്നെയല്ലേ മോളെ ഉയരങ്ങളിൽ എത്തട്ടെ. നമ്മുടെ എല്ലാ ആശംസകളും. മോള് ഞങ്ങളുടെ അഭിമാനം. ഞങ്ങളപ്പോൾ ഇന്റർവ്യൂ എടുക്കാൻ വരുമേ നാഷണൽ ടീമിൽ എടുക്കാൻ വരും. പിന്നെ ബുക്കിംഗ് 24 ആദ്യം ഓക്കെ. താങ്ക് യു നന്ദിനി. വിജയ ഇവിടെ ഇവിടെ വലിയ മാറ്റങ്ങളെ കൊണ്ടുവരുന്നുണ്ടല്ലോ. ഈ ഗ്രൗണ്ട് ഇവരിങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് തന്നെ ഇവരെ സംബന്ധിച്ച് വലിയ ചെലവുള്ള കാര്യം. ഇപ്പൊ ഈ ലൈറ്റ് സ്ഥാപിക്കാനുള്ള പോസ്റ്റുകളാണ് കാണുന്നത്. ചുറ്റുമുണ്ട്. ഏതാണ്ട് 70 lakhs പ്രോജക്റ്റ് ആണ്. അതുപോലെ എനിക്കൊന്ന് ഈ ബോൾ അടിച്ച് ഫ്ലാറ്റിൽ താമസിക്കാനുള്ള തലക്കുള്ളായിരിക്കാനുള്ള പണി. ഇതില് 1000 അംഗങ്ങളാണുള്ളത്. 1000 മെമ്പേഴ്സിന്റെ കയ്യിലെ പണം കൊണ്ടാണ് ഈ ഫണ്ട് ഇവർ കണ്ടെത്തുന്നത്. ഓക്കെ. അപ്പൊ നന്നായിട്ട് സഹകരിക്കും. നമ്മുടെ മെമ്പേഴ്സ്
ഈ ഗ്രൗണ്ടിനെയും ഈ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളെയും സ്പോൺസർ ചെയ്യാനായിട്ടും ഇതിനു വേണ്ടി എത്ര പൈസ വേണം ചെലവാക്കാൻ നമ്മുടെ മെമ്പർമാർ തയ്യാറാണ്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് കൊണ്ടാടക്കാൻ പറ്റുന്നത്. ശ്രീശാന്ത് കളിച്ചു വളർന്നതാണ്, ബേസിൽ ഇവിടെ കളിച്ചതാണ്, സച്ചിൻ ബേബി ഒക്കെ കളിച്ചാണ്. അങ്ങനെ രഞ്ജി ടീമിലും നാഷണൽ ടീമിലും ഒക്കെ ഉണ്ടായ നിരവധി പേർക്ക് അവരുടെ തുടക്കകാലത്ത് വലിയ സപ്പോർട്ട് കൊടുത്ത ഒരു നാടാണ്, ഒരു ഗ്രൗണ്ടാണിത്. അപ്പോൾ എല്ലാ തരത്തിലും ഇന്ത്യൻ ക്രിക്കറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ഈ ഷോ ഇന്ന് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ എനിക്കൊന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെ അതിലൊരു ശ്രദ്ധ കൊടുക്കട്ടെ. ഇത് തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബ്ബ് എന്ന് പറയുന്നത് ഒരു കളിയുണ്ടോ? പ്രാക്ടീസ് മാച്ച് ആണ് അല്ലേ? ആരൊക്കെ തമ്മിലാ? ഞങ്ങള് മീഡിയ ടീമും പിന്നെ മീഡിയ ടീമാ? മീഡിയ ടീമിനെതിരാണ് കളിക്കുന്നത്. മീഡിയ ടീം തകർക്കും. നല്ല സ്പിരിറ്റാണ് കളിക്കുന്നത്. ഞങ്ങൾ കൗണ്ടിയാണ് മാമംഗലം, ഞങ്ങളൊരു ക്ലബ്ബുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് തൃപ്പൂണിത്തുറ കളിക്കാൻ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല, ഞങ്ങൾക്ക് ബോൾ ചെയ്യാനും ബാറ്റ് ചെയ്യാനും ഫീൽഡ് ചെയ്യാനും അറിയാം. ഒന്നാന്തരം ബൗളറാ ലോക്കൽ ലെവൽ. നമ്മളൊക്കെ പഴയ നാട്ടുമ്പുറത്തെ പഴയ. നമുക്ക് ഈ കളിയുടെ അപ്ഡേറ്റ് ചോദിച്ചാലോ? ഇപ്പൊ എങ്ങനെയാണ്? ഇപ്പൊ മീഡിയ ടീം താഴ്ത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കൗണ്ടിയാണ് മുമ്പിൽ. തകർന്നു തുടങ്ങി. പിന്നെ ഞങ്ങൾ അവസാനിപ്പിക്കാം. ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ആൾക്കാരെ മോശമാക്കാൻ പാടില്ല. ഇതാണ് ആ പിച്ച്, അവിടെയാണ് ഇവിടെ നെക്സ്റ്റ് പ്രാക്ടീസ് അവിടെ നടക്കുന്നുണ്ട്. അതിനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. സത്യത്തിൽ എസ്കേൻ, ഇത് നമ്മൾ ഈ പറഞ്ഞ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇതിന് വേറെ കളിയാണ്. കളി ലഹരിയാക്കണം. മാത്രമല്ല എല്ലാ കളികൾക്കും തുറക്കട്ടെ. അവധിക്കാലത്ത് കുട്ടികളൊക്കെ ധാരാളം വരുന്നുണ്ടല്ലേ? നമുക്ക് ഇതിനായിട്ട് സ്പോർട്സ് മന്ത്രി ഒന്ന് കാണണം. ഹരിദാസ് ചീഫ് ക്യൂറേറ്ററാണ്. ഗ്രൗണ്ട് മാനേജ് ചെയ്യുന്ന അദ്ദേഹമാണ്, ക്യൂറേറ്ററാണ് അദ്ദേഹം. അപ്പൊ ഇതിനെ കുറിച്ച് പറയൂ സാർ. 30 വർഷം മുമ്പ് നമ്മുടെ കേരളത്തിലെല്ലാം നമ്മൾ ടർഫ് ക്രിക്കറ്റ് ആണെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് പോകേണ്ട അവസ്ഥയായിരുന്നു. ഈ മനോജൊക്കെ രഞ്ജി ട്രോഫി കളിക്കാൻ വേണ്ടി പോകുമ്പോഴും കേരളത്തിന് പുറത്ത് പോയാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തിന് ആദ്യമായിട്ട് ടർഫ് ക്രിക്കറ്റുകൾ തുടങ്ങിയത് ഇവിടെ നമുക്ക് 5 സ്ട്രിപ്പാണ് ഉള്ളത്. 90കളിൽ തുടങ്ങി നമ്മുടെ പൂജ ക്രിക്കറ്റ് അന്നുപോലെ എല്ലാ കളികളും ഇവിടുത്തെ കുട്ടികളാണ്. എനിക്ക് തോന്നുന്ന കേരളത്തിൽ ആകെ ഒരു ഗ്രൗണ്ട് സ്വന്തമായിട്ടുണ്ടായിട്ട് ടർഫിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന കൊച്ചു കുട്ടികളടക്കം വലിയവരെല്ലാവരും ചെയ്യുന്ന ഒരു ഗ്രൗണ്ടിന് നമ്മുടെ ഗ്രൗണ്ട് തന്നെയാണ്. അതായത് നമ്മുടെ ഗ്രൗണ്ടിൽ ഏതൊക്കെ പ്രതലങ്ങളിൽ കളിക്കാൻ പറ്റുന്ന അതെല്ലാ പ്രതലങ്ങളിലുള്ള ഒരു ക്ലബ്ബാണ് ടർഫ് ക്രിക്കറ്റ്. ആസ്ട്രോ ടർഫ്, നാച്ചുറൽ, ആർട്ടിഫിഷ്യൽ എല്ലാം ഉള്ള ഒരു ഗ്രൗണ്ടാണിത്. ഓക്കെ, താങ്ക് യു മനോജ്. ഒരു 3 മാസത്തിനുള്ളിൽ നമ്മളിവിടെ ലൈറ്റ്സും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ ലൈറ്റ്സിൽ ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഗ്രൗണ്ട് ഇതായിരിക്കും. അപ്പം പുറത്തുനിന്ന് വരുന്ന ടീമിനും കളിക്കാൻ എല്ലാവർക്കും കളിക്കാം. താങ്ക് യു. അപ്പൊ വിജയകുമാർ, നമ്മുടെ ഈ ലഹരിക്കെതിരായിട്ടും പ്രത്യേകിച്ച് മയക്കുമരുന്നെതിരായുള്ള നമ്മുടെ യുദ്ധം ഒരു അൾട്ടിമേറ്റ് വാറിലേക്ക് കടക്കുക. അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ നമ്മൾ 7 ജില്ലകളിലെത്തി അല്ലേ? ഇന്ന് നമ്മുടെ എറണാകുളം ജില്ലയിലെ പര്യടനം അവസാനിക്കും. 15-ാം ദിവസമാണ്. അപ്പൊ നമ്മള് വടക്കൻ മലബാറിലേക്കൊക്കെ കയറുവാണ്. അപ്പൊ നമുക്ക് ഇതൊരു അൾട്ടിമേറ്റ് വാറാണ്. ഇതിൽ നിന്ന് നമുക്ക് ഇനി കോംപ്രമൈസ് ഇല്ല അല്ലേ? ഇനി നോ കോംപ്രമൈസ്. നോട്ട് ടു ട്രാക്ക്, നോട്ട് ടു വയലൻസ്.